നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാസ്റ്റർ മഴമോളെ, ഹാപ്പി ബർത്ത്ഡേ. മാസ്റ്റർ ഇതൊന്നും ഞാൻ കരുതിയതേ ഇല്ല. ഞാൻ വിചാരിച്ച മാസ്റ്ററിന്റെ പിറന്നാൾ കാര്യം മറന്നുപോയെന്ന്. നല്ല കാര്യമായി. എന്റെ മഴമോളുടെ പിറന്നാള് ഞാൻ മറക്കോ? ഹായ് സർ. സുന്ദരി വരുന്നില്ലെന്നും പറഞ്ഞ് മഴ പിണങ്ങിയിരിക്കുമായിരുന്നു. മാസ്റ്റർ കണ്ടതും മോളുടെ മൂടാകെ മാറി. കറക്റ്റ് സമയത്താട്ടോ മാസ്റ്റർ എത്തിയത്. അതങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. കൃത്യസമയത്ത് ഞാനെത്തും, അതിനി എവിടെ ആയാലും. സുന്ദരി എവിടെ പോയെന്നാ പറഞ്ഞ? അതൊരു അർജന്റ് മീറ്റിംഗ്, വരും. ചിലപ്പോ ലേറ്റ് ആവുന്നേ ഉള്ളൂ. അമ്മൂട്ടി ഇനി വരെയൊന്നുമില്ല. എന്റെ ബർത്ത്ഡേ കാട്ടി വരുന്നത് അമ്മൂട്ടിക്ക് ജോലിയാ. അതിന് മോളെന്തിനാ വിഷമിക്കുന്നേ? അമ്മൂട്ടി ഇല്ലെങ്കിലും മഴമോളുടെ ബർത്ത്ഡേ നമ്മൾ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അതൊന്നും വേണ്ട. ആഘോഷമൊക്കെ സുന്ദരി വന്നിട്ട് മതി. അവൾ ഇപ്പൊ വരും. നീ ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? വാ ഇങ്ങോട്ട്. നോക്കുമോളെ, ഇത്രയൊക്കെ ഏർപ്പാടുണ്ടാക്കിയിട്ട് കേക്ക് വരെ വാങ്ങി വെച്ചിട്ട് മോളുടെ അമ്മൂട്ടി വരാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? മോള് സമാധാനായിട്ടിരിക്കും. മോളുടെ അമ്മൂട്ടി വേഗം വരും. അത് കഴിഞ്ഞ് കേക്ക് മുറിക്കല് ആഘോഷമൊക്കെ. കേട്ടല്ലോ? ഇവിടെ ഉള്ളവർ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല ഈ പിറന്നാൾ ആഘോഷം നടക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കണ്ടോണോ എല്ലാരും. രാവിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെ പോയതായിരുന്നു കാർത്തി? എത്ര തവണ വിളിച്ചു? ഒന്ന് ഫോൺ എടുത്താൽ എന്താ? ഞാൻ എന്തുമാത്രം പേടിച്ചോന്നറിയോ? ഒന്ന് കാണാതായാൽ ഉടനെ പേടിക്കാൻ ഞാനെന്താ പിഞ്ചു കുഞ്ഞു വല്ലതുമാണോ? അല്ലല്ലോ. എനിക്ക് നീ ഇപ്പോഴും പിഞ്ചു കുഞ്ഞു തന്നെയാ. പോരാത്തതിന് നിന്റെ കാര്യത്തിൽ എനിക്ക് ആ സുന്ദരിയെ പേടിയാ. എന്തും ചെയ്തു കളയോ അവള്. എന്തും ചെയ്യൂന്നല്ല, അവള് ചെയ്യേണ്ടത് രാവിലെ തന്നെ ചെയ്തു. അമ്മ പേടിക്കണ്ട. എന്നെ രാവിലെ സുന്ദരി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അറസ്റ്റ് ചെയ്യിച്ചെന്നോ? എന്തിന്? അമ്മ കാണാത്തത് കാര്യമായി. വീട്ടിൽ നിന്ന് എന്നെ പോലീസ് കൊണ്ടുപോയത്. പോലീസ് പിടിച്ചോണ്ട് പോകാൻ വേണ്ടി എന്ത് തെറ്റാ നീ ചെയ്തേ? സുന്ദരി വളർത്തുന്ന മഴയെ അവളുടെ അച്ഛനായ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത് സുന്ദരിയെ സംബന്ധിച്ചിടത്തോളം മഹാ അപരാധമാണമേ. ഞാൻ മഴമോളുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പാടില്ല. അതിനുവേണ്ടി സുന്ദരി എന്തും ചെയ്യും. ഞാൻ മഴയുടെ അച്ഛനല്ലേ അമ്മേ. എനിക്ക് ഈ പിറന്നാളിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഞാൻ ഇവിടെ എത്തുമെന്ന് അങ്ങ് തീരുമാനിച്ചു. എത്തുകയും ചെയ്തു. എന്നാലും ഈ സുന്ദരി ഇത്രയും ക്രൂരിയാണല്ലോ. ദേഷ്യം വരിക എനിക്ക്.
അത് വിടമ്മേ. ഞാൻ ഫംഗ്ഷൻ എത്തിയില്ലേ, പിന്നെന്താ വേണ്ടേ? അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം. നീ ഫംഗ്ഷന് പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി അവള് നിന്നെ കൊടുക്കാൻ നോക്കി. പക്ഷേ ഇപ്പൊ അവളുടെ കാര്യം എന്തായി? ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോ വരുമെന്നും തോന്നുന്നില്ല. ആ അതെ, എന്തായാലും സുന്ദരിയില്ലല്ലോ. നീ ഇങ്ങനെ ഒളിഞ്ഞും മറഞ്ഞു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാ ഇങ്ങോട്ട്. അമ്മ ചെല്ല, ഞാൻ വന്നോളാം. മാറി നിൽക്കില്ല ഞാൻ. ശരി, വേഗം വന്നേക്കണം അങ്ങോട്ട്. ഞാൻ പോവാ. എന്നെ കൊടുക്കാൻ സുന്ദരി ഒരു കളം വരച്ചു. പക്ഷെ ഇപ്പൊ കുടുങ്ങിയിരിക്കുന്നത് സുന്ദരിയ. അതാണ് കാർത്തിക്. കാണിച്ചു തരാടി സുന്ദരി ഇന്ന് എന്താ നടക്കാൻ പോകുന്നതെന്ന്. പിടിക്ക്, ഓടി വാ. എടാ പിടിച്ചോ. ഓടി വാ. അച്ഛനും കൂടി വാ. ഞാനും അച്ഛനും ഒരു ടീം. എങ്കിൽ ഞാനും മാസ്റ്റർ ഒരു ടീം. വാ ആദിയടച്ചാ. ഏയ് ഞാനില്ല, നിങ്ങൾ കളിച്ചോ. ഓടി വാ. ഹായ് അമ്മൂട്ടി. ഇയാളെങ്ങനെ ഇവിടെ എത്തി? ഹായ് അമ്മൂട്ടി. അമ്മൂട്ടി എന്താ ഇത്രയും ലേറ്റ് ആയത്? അമ്മൂട്ടിക്കൊരു അത്യാവശ്യ ജോലി, അതല്ലേ പോയിരുന്നത് മോളെ. ഞാൻ കരുതി അമ്മൂട്ടി എന്നെ പറ്റിച്ചെന്ന്. അയ്യോ, നല്ല കാര്യായി. എന്റെ മോളെ അമ്മൂട്ടി പറ്റിക്കോ? ഐ ആം സോ ഹാപ്പി അമ്മൂട്ടി. പോലീസ് പിടിച്ചുകൊണ്ടുപോയത് എങ്ങനെയാ മോളെ ഇവിടെ എത്തിയത്? ആ വൃത്തികെട്ടവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. കാണാൻ തോറും എനിക്ക് പെരുത്ത് കയറുക. എന്തെങ്കിലും ചെയ്യ. സുന്ദരി, പോയ കാര്യം എന്തായി? സോൾവ് ആയത്? എന്ന് പറയാം. തൽക്കാലത്തേക്ക് ഒരു കോംപ്രമൈസ് നിർത്തിയിട്ടുണ്ട്. ഒരു സിവിൽ ഇഷ്യൂവാ സർ. ലീഗലി മൂവ് ചെയ്യേണ്ടി വരും. സുന്ദരി വരാൻ ലേറ്റ് ആയപ്പോ ഈ ഫംഗ്ഷനെ വേണ്ടെന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കുമായിരുന്നു. അപ്പോഴാ ഒരു ദൈവദൂതനെ പോലെ മാസ്റ്റർ വന്നത്. കേട്ടോ സുന്ദരി, സത്യം പറഞ്ഞ മഴമോൾക്ക് ഈ മാസ്റ്റർ ഒരു അനുഗ്രഹം. മൂഡ് ഓഫ് ആയിരുന്ന മോള് മാസ്റ്ററെ കണ്ടതും എനർജറ്റിക് ആയി. സർ ഒരു മിനിറ്റ്, എന്റെ ഇവിടെ നിന്ന് വരാമോ? ഇപ്പൊ വിടാം. മാസ്റ്റർ ഞാനും വരുന്നു. കാണിക്കുന്ന ഓരോ പണികൾ കണ്ടില്ലേ? അതിനിടയിൽ ശരത് മോനെ വിളിച്ചോണ്ട് പോയിരിക്കുന്നു.
വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനായിരിക്കും. അവനെ ഇവിടുന്ന് പറഞ്ഞു വിട. നീ നോക്കിക്കോ സുന്ദരി, കാർത്തിക് എന്ന് പറയുന്ന ഈ ഫ്രോഡ് ഇവിടെ നിൽക്കുന്ന കാലം അത്രയും ആർക്കും പിറന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല. പറഞ്ഞു വിട അവനെ ഇവിടുന്ന്. വേണ്ട ചമ്മ, ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കിയ അലങ്കോലാവുന്നത് മഴമോളുടെ ഫംഗ്ഷൻ ആയിരിക്കും. ഛെ. ആ കുഞ്ഞിന് സന്തോഷമായിരിക്കും. അത് വേണ്ട, തൽക്കാലം അവനോട് നിൽക്കട്ടെ. മാഡം, എങ്കിൽ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? വാ അമ്മൂട്ടി, നമുക്ക് പോയി കേക്ക് കട്ട് ചെയ്യാം. ഓഫ്,